ഹലോ, അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. നമ്മളുടെ 27ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ദ പാരറ്റ് ഹൂ വുഡിൻ ടോക്ക്, സംസാരിക്കാത്ത തത്ത. റസ്കിൻ ബോണ്ടാണ് ഇതിൻ്റെ ഓഥർ. ഇതൊരു ഹ്യൂമറസ് സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റസ്കിൻ ബോണ്ടിൻ്റെ റസ്കിൻ ബോണ്ടിന് ഒരു ആൻറ്റി ഉണ്ടാവും. റൂബി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി വളർത്താനായിട്ട് ഒരു തത്തയെ വാങ്ങിച്ചു. നമ്മൾ വീട്ടിൽ പെറ്റിനൊക്കെ വളർത്തില്ലേ, അതുപോലെ ഒരു തത്തയെ വാങ്ങിച്ചു. തത്തയെ വാങ്ങിച്ച് എന്നിട്ട് അത് ഒരു നല്ലൊരു അലങ്കാരമായിട്ടുള്ളൊരു കൂടിൽ, ഒരു കേജിൽ അതിനെ വളർത്തി ഇട്ടു. അങ്ങനെ എന്നിട്ട് അതിന് സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ഈ ആൻറ്റിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ തത്ത എങ്ങനെയെങ്കിലും സംസാരിക്കാൻ പഠിപ്പിക്കണം. പക്ഷേ ആൻറ്റി എന്ത് കളിച്ചിട്ടും എന്ത് തലകുത്തി മറിഞ്ഞിട്ടും ഈ തത്ത സംസാരിക്കുന്നില്ല. ഈ തത്ത ഒരിക്കലും സംസാരിക്കുന്നില്ല. ആൻറ്റി പറയുന്നതൊന്നും ഈ തത്ത തിരിച്ച് പറയുന്നില്ല. യൂഷ്വലി നമ്മൾ തത്തയെ വളർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ നമ്മളുടെ തത്തയും മൈനയൊക്കെ തിരിച്ചു പറയും. നമ്മൾ പറയുന്ന പോലെ തന്നെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഈ പെറ്റ്സ് തിരിച്ചു പറയും. പക്ഷേ ഈ ആൻറ്റി വളർത്തുന്ന തത്ത, റൂബി എന്ന് പറഞ്ഞ ആൻറ്റി വളർത്തുന്ന തത്ത ഒരിക്കലും തിരിച്ചു പറയുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ആൻറ്റി ഈ തത്തയുടെ അടുത്ത് പോയിട്ട് സ്നേഹത്തോടെ ഒരു ചുംബനം ചോദിച്ചു. പക്ഷേ തത്ത കൊടുത്തില്ല. അതിന് പകരം തത്ത ദേഷ്യം പിടിച്ചിട്ട് ഈ ആൻറ്റിയുള്ള ദേഷ്യം കൊണ്ട് ഈ തത്ത എന്ത് വെച്ചാൽ ഈ ആൻറ്റിയുടെ കണ്ണട ഉണ്ടാവുമല്ലോ, ഗ്ലാസ്, അതിൻ്റെ മേലെ ഒരു കൊത്തിട്ട് കൊടുത്തു, ഒന്ന് കൊത്തി. അപ്പം ആൻറ്റിക്ക് ഭയങ്കര എന്താ പറയുക, അപമാനമൊക്കെ ആയ പോലെ തോന്നി. അപ്പം ആൻറ്റി എന്ത് ചെയ്തു വെച്ചാൽ ഇതിനെ കുറേ ചീത്ത വിളിച്ചു, കുറേ എന്തൊക്കെയോ പറഞ്ഞു. നീ ചീത്തയാണെന്നും, നിനക്ക് പാടാൻ അറിയില്ലെന്നും, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നും, നിനക്ക് പാട്ട് പാടാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ തത്തയെ അങ്ങോട്ട് വായത്തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തത്തയ്ക്ക് എന്തായി, ഭയങ്കര വിഷമായി. പിന്നെ തത്തയ്ക്ക് ഈ ആൻറ്റി ഒന്നും കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. പിന്നെ ഈ തത്തയുടെ ഭാഗത്തേക്ക് ആൻറ്റി തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ ഈ റസ്കിൻ ബോണ്ടിന് ആ സമയത്ത് 10 വയസ്സായിരുന്നു. പിന്നെ ഈ റസ്കിൻ ബോണ്ടാണ് ഈ തത്തയെ നോക്കിയതൊക്കെ, ഫുൾ സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുക, ഫുൾ കാര്യങ്ങളൊക്കെ നോക്കിയത് റസ്കിൻ ബോണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസ്കിൻ ബോണ്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ കൂട് തുറന്നു വിട്ടു. അപ്പം ഈ തത്ത ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ടും പക്ഷികളല്ലേ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് പറന്നു പോകും. അങ്ങനെ തത്തയും പറന്നുപോയി. അങ്ങനെ പറന്നുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ തത്ത പിന്നെയും തിരിച്ചു വരാൻ തുടങ്ങി, ഡെയിലി തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ റസ്കിൻ ബോണ്ടിനെ കാണാനൊക്കെ ആയിരുന്നു അത് വന്നത്. കാരണം റസ്കിൻ ബോണ്ടായിരുന്നു അതിനെ സ്നേഹത്തോടെ ഒന്ന് ലാളിച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുത്തത്. പക്ഷേ ഈ ആൻറ്റിയെ കാണുമ്പോൾ, റൂബിയെ കാണുമ്പോൾ തത്ത എന്ത് ചെയ്തു, സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ, ഈ ആൻറ്റി തന്നെ ചീത്ത വിളിച്ച പോലെ തന്നെ തിരിച്ച് പറയാൻ തുടങ്ങി. നീ അഗ്ലിയാണെന്നും, നിനക്ക് സംസാരിക്കാൻ ആൻറ്റി എന്തൊക്കെ പറഞ്ഞു അതൊക്കെ തത്ത തിരിച്ചു പറയാൻ തുടങ്ങി. ആൻറ്റിയോട് അങ്ങോട്ട് തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായി. തത്ത എന്തൊക്കെയാണ് തിരിച്ചു പറയുന്നത്, നീ ചീത്തയാണെന്നും, നിനക്ക് സംസാരിക്കാൻ അറിയില്ലെന്നും, നിനക്ക് പാട്ട് പാടാൻ അറിയില്ലെന്നും, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നൊക്കെ, യു ആർ നോ ബ്യൂട്ടി, കാൺ ടോക്ക്, കാൺ സിങ്, കാൺ ഡാൻസ്, ആൻറ്റി പറഞ്ഞൊക്കെ ഈ തത്ത തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പം ഈ ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് വിഷമായി, അപമാനം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും തത്ത സംസാരിക്കാൻ പഠിച്ചു. അങ്ങനെയാണ് ഈ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഭയങ്കര ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പം സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഒരിടത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ഒരു പെറ്റിനെ വാങ്ങി. പെറ്റ് എന്ന് പറയുന്നത് തത്തയാണ്. തത്തയെ സംസാരിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ തത്ത ഒരു കണക്കിന് സംസാരിക്കുന്നില്ല. അങ്ങനെ ആൻറ്റിക്ക് ഒരു ദിവസം തത്തയുടെ അടുത്ത് പോയി ചുംബനം ചോദിച്ചപ്പം തത്ത ചുംബനം കൊടുത്തില്ല. അപ്പം ആൻറ്റിക്ക് ദേഷ്യം വന്നു. ആൻറ്റി കുറേ ചീത്ത വിളിച്ചു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് റസ്കിൻ ബോണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റസ്കിൻ ബോണ്ട് അതിനെ കൂട് തുറന്ന് വിട്ടു. പിന്നെ തിരിച്ച് കാണാൻ വന്നു. അങ്ങനെ ആൻറ്റിയെ കണ്ടപ്പോൾ ആൻറ്റി തിരിച്ചു പറഞ്ഞതൊക്കെ അത് തത്ത ആൻറ്റിയോട് തന്നെ പറയാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യു ആർ നോ ബ്യൂട്ടി, കാൺ ടോക്ക്, കാൺ സിങ്, കാൺ ഡാൻസ്. ഹു ഈസ് സേയിങ് ദീസ് വേർഡ്സ് ടു ആൻഡ് ടു ഹൂം? അപ്പോൾ ഈ യു ആർ നോ ബ്യൂട്ടി, നീ സൗന്ദര്യമില്ലാത്തതാണ്, നിനക്ക് സംസാരിക്കാൻ അറിയില്ല, നിനക്ക് പാട്ട് പാടാൻ അറിയില്ല, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. ആരാണ് ഈ വാക്ക് പറയുന്നത്, ആരോടാണ് പറയുന്നത്? അപ്പം ആരാണ്? ആൻറ്റി റൂബിയാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? പാരറ്റിനോടാണ് പറയുന്നത്. ഓക്കെ, ആൻറ്റി റൂബി ഈസ് സേയിങ് ദീസ് വേർഡ്സ് ടു ഹർ പെറ്റ് പാരറ്റ്. ഓക്കെ, എൻ്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് വേർഡ് ഈസ് ബീങ് റിപ്പീറ്റഡ് ഹിയർ, വൈ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാക്ക് ഏതാണ്? കാണ്ട്.
കഴിയില്ല. കാണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് വൺ, വേർ വാസ് ദ പാരക്കീറ്റ്സ് കേജ് കെപ്റ്റ്? എവിടെയായിരുന്നു ഈ തത്തയുടെ കൂട് വെച്ചിരുന്നത്? പാരക്കീറ്റ്സ് കേജ് വാസ് കെപ്റ്റ് ഓൺ വൺ എൻഡ് ഓഫ് എ ലോങ് വറാന്ത ഓഫ് ഗ്രാനീസ് ബംഗ്ലാവ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പം നോർത്ത് ഇന്ത്യയിലെ ഗ്രാനിയുടെ ബംഗ്ലാവിലെ ഒരു ലോങ് വരാന്തയുടെ ഒരു എൻഡിലാണ് ഈ തത്തയുടെ കൂട് കൊണ്ടേ വെച്ചത്. ഓക്കെ, നെക്സ്റ്റ്, വേർ ഡിഡ് ആൻഡ് റൂബി ഗെറ്റ് ദ പാരക്കീറ്റ് ഫ്രം? എവിടുന്നാണ് റൂബിക്ക് ഈ തത്തയെ കിട്ടിയത്? ആൻഡ് റൂബി had bought the parakeet from a birds catcher selling various type of birds. ഈ പക്ഷികളെ പിടിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ ആൻറ്റി ഓൺട്ട് ഇത് വാങ്ങിയത്, തത്തയെ വാങ്ങിയത്. ഇയാളുടെ കയ്യിൽ പല ടൈപ്പ് പക്ഷികളും ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, why do you think neither granny nor grandfather were keen on keeping caged birds as pets? Tick the correct option. അപ്പോൾ 3-4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രാൻഡ് മദറിനും ഗ്രാൻഡ് ഫാദറിനും ഈ പക്ഷികളെ പെറ്റാക്കി വെക്കുന്ന കാര്യത്തിൽ ഇഷ്ടപ്പെടാത്തത്? അതാണ്. Caged birds were very noisy. They preferred to keep caged rabbits. Bird cages were very expensive and Aunt Ruby wanted only ornate ones. Caged birds were deprived on their freedom. അപ്പോൾ ഇതെന്താണ് കാരണം? ഈ ഗ്രാനിയും ഗ്രാൻഡ് ഫാദറും ഈ പക്ഷികളെ കൂട്ടിലാക്കി വെക്കുന്നതിൽ താല്പര്യപ്പെടാത്തതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേജ്ഡ് ബേർഡ്സ് വെർ ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ ഫ്രീഡം. ഈ ഏത് പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലും അതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ട്. നെക്സ്റ്റ്, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ദ പാരറ്റ് പാക്ഡ് അവേ ദ ഓൺട്ട് റൂബി ബിക്കോസ് A, the sunlight was falling directly on it and it couldn't see properly. B, Aunt Ruby had poked it with a chilli. It did not want to be kissed by Aunt Ruby. D, Aunt Ruby's nephew threw a ball at it. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ പാരറ്റിനോട് ആൻറ്റിക്ക് ദേഷ്യം തോന്നാൻ കാരണം എന്താണ്? കാരണം ഇറ്റ് ഡി നോട്ട് വാണ്ട് ടു ബി കിസ്ഡ് ബൈ ഓൺട്ട് റൂബി. ഓൺട്ട് റൂബി ഒരു ചുംബനം ചോദിച്ചപ്പോൾ അത് കൊടുക്കായിട്ടായിരുന്നു ആൻറ്റിക്ക് ദേഷ്യം വന്നത്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡിഡ് ഓൺട്ട് റൂബി ബിക്കം ഹോസ്റ്റൈൽ ടുവേർഡ്സ് ദ പാരക്കീറ്റ്? എന്തിനാണ് ഇതിനോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങിയത് പാരറ്റിനോട്? അപ്പം കാരണം എന്താ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. once when Aunt Ruby was near the parakeet's cage, it legged forward and knocked off her spectacles. After that incident, Aunt Ruby was hostile towards the bird. ചുംബനം ചോദിച്ചപ്പോൾ കൊടുത്തില്ല, പോരാത്തത് അതിൻ്റെ കൊക്കുകൊണ്ട് ആൻറ്റിയെ കൊത്തിയനെ കൊണ്ടാണ്, സ്പെക്ടക്കിൾസ് കണ്ണടയ്ക്ക് കൊത്തിയനെ കൊണ്ടാണ് ആൻറ്റിക്ക് ദേഷ്യം വന്നതും പിന്നെ അതിനോട് ക്രൂരമായി കാണിക്കാൻ തുടങ്ങിയതും. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ഓൺട്ട് റൂബീസ് നെഫ്യൂ ഗിവ് ദ പാരറ്റ് ടു ഈറ്റ്? ഓൺട്ട് റൂബിയുടെ മരുമകൻ തന്നെ റസ്കിൻ ബോർഡ് നമ്മുടെ ഓദർ എന്തൊക്കെയായിരുന്നു ഈ തത്തയ്ക്ക് കഴിക്കാൻ കൊടുത്തത്? ദ ബോയ് ഹാവ് ദ പാരക്കീറ്റ് ഗ്രീൻ ചില്ലീസ്, റൈപ്പ് ടൊമാറ്റോസ് ആൻഡ് സംടൈംസ് സ്ലൈസ് ഓഫ് മാംഗോസ്. അപ്പം മുളക് കൊടുക്കുമായിരുന്നു, ടൊമാറ്റോ കൊടുക്കുമായിരുന്നു, പിന്നെ ചിലപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ദെൻ നെക്സ്റ്റ്, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ഹി ഫെഡ് ദ പാരറ്റ് ബിക്കോസ്. റസ്കിൻ ബോണ്ട് എന്തിനാണ് ഈ പാരറ്റിനെ ഫീഡ് ചെയ്തത്, ഭക്ഷണം കൊടുത്തത്? അതിൻ്റെ കാരണങ്ങളാണ് A, Aunt Ruby had become hostile towards her pet and someone had to feed it. B, Aunt Ruby had gone out of town and had asked him to look after the parrot. C, it gave him an opportunity to eat mango on the pretext that he was feeding the bird. അപ്പോൾ ഏതൊക്കെയാണ് കാരണങ്ങൾ? ഏതൊക്കെയാണ്? എയും സിയും ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എയും സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പിന്നെ ആ ഇൻസിഡൻറ്റിന് ശേഷം ഈ ആൻറ്റി തത്തയെ തിരിഞ്ഞു നോക്കാത്ത ക്രൂരത കാണിച്ചതിനെ കൊണ്ടാണ്. പിന്നെ ആരെങ്കിലും ഒരാൾ നോക്കണമല്ലോ, ഈ തത്തയെ ആരെങ്കിലും ഒരാൾ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റസ്കിൻ ബോണ്ട് നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ പാരറ്റ് എസ്കേപ്പ് ഫ്രം ദ കേജ്? എങ്ങനെയാണ് ഈ പാരറ്റ് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആയത്, രക്ഷപ്പെട്ടത്? One afternoon, when everyone was resting, Aunt Ruby's nephew purposely left the cage door open. Soon the parakeet flew away. അപ്പം ഈ റസ്കിൻ ബോണ്ടാണ് അതിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചത്. അപ്പം തത്ത പറന്നു പോവുകയായിരുന്നു. അങ്ങനെയാണ് തത്ത രക്ഷപ്പെട്ടത്. നെക്സ്റ്റ്, Aunt Ruby didn't want the goldfish because Aunt Rubyക്ക് ഗോൾഡ് വാങ്ങാൻ താല്പര്യമില്ല. എന്താണ് കാരണം? It couldn't fly, it couldn't talk, it couldn't eat chilies, all the above. എന്താണ്? ഇറ്റ് കുഡിൻ ടോക്ക്. ഗോൾഡ് ഫിഷിന്
സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആൻറ്റിക്ക് എന്തായിരുന്നു വേണ്ടത്? സംസാരിക്കാൻ പറ്റുന്ന ഒരു പെറ്റിനെയായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ഇറ്റ് കുഡ്ന്റ് ടോക്ക്. സംസാരിക്കാൻ കഴിയാത്തതിനെ കൊണ്ടാണ് ഗോൾഡ് ഫിഷിനെ ആൻറ്റി വാങ്ങായിരുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് ഓൺ ട്രൂപ്പി റൺ ഇൻസൈഡ് വെൻ ഷീ ഹേർഡ് ദ പാരറ്റ് ടോക്കിംഗ്? അപ്പം ഈ പാരറ്റ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. പറന്നു പോയി തിരിച്ചു വന്നതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. അപ്പം എന്തിനാണ് ആൻറ്റി അകത്തുനിന്ന് പുറത്തേക്ക് ഓടി വന്നതെന്നാണ് ചോദിക്കുന്നത്. ആസ് സൂൺ ആസ് ദ പാരറ്റ് സോ Aunt Ruby it screeched, "You are no beauty, can't talk, can't sing, can't dance." Aunt Ruby was embraced and turned red when she heard these words. Therefore she ran inside. അപ്പം ആൻറ്റീനെ ഈ തത്ത ചീത്ത പറഞ്ഞ് കേട്ടപ്പോൾ ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ആൻറ്റി തത്തയോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ് തിരിച്ച് തത്ത തിരിച്ച് പറയുന്നതും. അപ്പം ആൻറ്റിക്ക് ഇത് കേട്ടപ്പം ഈ "യു ആർ നോ ബ്യൂട്ടി, കാൺ ടോക്ക്, കാൺ സിങ്, കാൺ ഡാൻസ്" എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് സങ്കടം വന്നപ്പോൾ അതുകൊണ്ടാണ് ആൻറ്റി തിരിച്ച് അകത്തേക്ക് ഓടിപ്പോയത്. ഓക്കെ, നെക്സ്റ്റ്, നെയിം ഓൾ ദ ബേർഡ്സ് ദാറ്റ് ആർ മെൻഷൻ ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്ത എല്ലാ ബേർഡ്സിൻ്റെയും പേരെഴുതാൻ. എന്തൊക്കെയാണ്? പാരറ്റ്, പാരക്കീറ്റ്, ലവ് ബേർഡ്, ബിഡ്ജ് റൈഡർ, മുനിയ, സ്പാരോ, നൈറ്റിംഗേൽ, ഇതൊക്കെയാണ്. Okay, next, in the story sometimes the author calls the bird parakeet and sometimes parrot. Is that a mistake? ഈ സ്റ്റോറിൻ്റെ അകത്ത് ഓതർ ബേർഡ് പാരക്കീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്, ഇടയ്ക്ക് പാരറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. No, it is not a mistake. The bird that Aunt Ruby had bought was a parakeet. പാരക്കീറ്റിനെയാണ് ശരിക്കും ആൻറ്റി വാങ്ങിയത്. പാരക്കീറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പാരറ്റ്, തത്ത തന്നെയാണ്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ഐദർ പാരറ്റ് ഓർ പാരക്കീറ്റ്. അപ്പം ആ ബേർഡ് നമുക്ക് പാരറ്റ് എന്ന് വിളിക്കാം, പാരക്കീറ്റ് എന്ന് വിളിക്കാം. അതിൻ്റെ ഒരു മിസ്റ്റേക്കും ഇല്ല. നെക്സ്റ്റ്, ഡു യു തിങ്ക് Aunt Ruby മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ പാരറ്റ് ടു ടോക്ക് വാസ് കറക്റ്റ്? ഇഫ് യു വർ Aunt Ruby, ഹൗ വുഡ് യു ഹാവ് ടോട്ട് ദ പാരറ്റ്? അപ്പം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് Aunt Ruby തത്തയെ പഠിപ്പിക്കാൻ എടുത്ത ടെക്നിക്സ് ഒക്കെ കറക്റ്റായിരുന്നു. നിങ്ങളാണ് Aunt Rubyയുടെ സ്ഥാനത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് തത്തയെ പഠിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. I didn't think Aunt Ruby's method was correct. If I were Aunt Ruby, I would develop a bond with the parakeet and then try to teach it talk. I would always poke it to gently and make sure it was comfortable in its surroundings. I would choose simple and short words to start. I would repeat them clearly and with enthusiasm. I would be very patient and never get angry with my pet. I would not scold it if it didn't learn well. I would praise it, give it a gentle pat and something special to eat if it learned well. ഇപ്പം ഓതർ ഇപ്പം നമ്മളാണ് ആൻറ്റിയുടെ സ്ഥാനത്തിന് നമ്മൾ എന്താ പറയുക, ആൻറ്റി എടുത്ത മെത്തേഡ് കറക്റ്റ് ആയിരുന്നില്ല. ഞാനാണ് ആൻറ്റിയുടെ സ്ഥാനത്ത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ പെറ്റുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ്, ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് അതാണ്. പിന്നെ അതിനോട് നല്ല രീതിക്ക് സംസാരിക്കുക, അതിന് വേണ്ടതൊക്കെ കഴിക്കാൻ കൊടുക്കുക. ആദ്യം ചെറിയ ചെറിയ വാക്കുകളൊക്കെ അതിനെ പഠിപ്പിക്കുക. ഒരുപാട് വലിയ സെൻറ്റൻസ് ഒന്നല്ല, കുഞ്ഞു വാക്കുകളൊക്കെ പഠിപ്പിച്ചെടുക്കുക. അങ്ങനെ കാലക്രമേണ അതിനെ പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ഫ്രേസസ് ഇൻ ദ ടെക്സ്റ്റ് ദാറ്റ് ടെൽ യു ദാറ്റ് ദ പാരന്റ് വാസ് നോട്ട് ഹാപ്പി ഇൻ ദ കേജ്. ഓക്കെ, പാരറ്റ് ഈ തത്ത ഈ കേജിൻ്റെ അകത്ത് ഹാപ്പി അല്ലായിരുന്നു എന്ന് കാണിക്കുന്ന ഫ്രേസസിനെയൊക്കെ ടെക്സ്റ്റിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ് പാരക്കീറ്റ്, ഗ്ലേഡ് മോസ്റ്റ്ലി, അറ്റ് എവ്രിവൺ, ഐസ് ഗെറ്റിംഗ് സ്മോളർ വിത്ത് ആങ്കർ. ഈ ഫ്രേസസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഈ പാരറ്റ് അതിൻ്റെ കേജിൽ ഹാപ്പി അല്ലായിരുന്നു എന്ന്. നെക്സ്റ്റ്, സപ്പോസ് യു വെർ എ പാരറ്റ് ആൻഡ് സംബഡി കേജ്ഡ് യു ആൻഡ് kept you as a pet, how would you feel? Give 2 reasons to support your answer. അപ്പം നിങ്ങളാണ് ആ തത്തയുടെ സ്ഥാനത്ത്, നിങ്ങളുടെ ഓണർ അതിനെ കേജിലാക്കിയെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യും? I would not like it all. നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെടില്ല. നമ്മളെല്ലാവരും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, we usually see parrots in groups. If I were put into a cage, I would be lonely and would miss my friends, the other parents. I would not be able to fly like other birds. അപ്പം നമ്മളാണ് ആ തത്തയുടെ സ്ഥാനത്ത് വെച്ചാൽ നമുക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും. നമുക്ക് ബാക്കിയുള്ള തത്തകളെ കൂടെ കളിക്കാനും പറക്കാനും ഒന്നും സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, do you think Aunt Ruby's nephew made the right decision when he left the cage door open? What decision would you make if you were
Aunt Ruby's nephew. Give at 2 reasons for your answer. അപ്പം ആൻഡ് റൂബി റസ്കിൻ ബോണ്ട് എന്ത് ചെയ്തു? ഈ തത്തക്കൂടിൻ്റെ ഡോറ് തുറന്നു വിട്ടു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ റസ്കിൻ ബോണ്ട് ചെയ്ത് കറക്റ്റ് ആണെന്ന്? നിങ്ങളെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ 2 റീസൺസ് കൊടുക്കാം. യെസ്, ഐ തിങ്ക് ഓൺ റൂബീസ് നെഫ്യൂ മേഡ് ദ റൈറ്റ് ഡിസിഷൻ. റസ്കിൻ ബോണ്ട് ചെയ്തത് നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഐ വുഡ് ഓൾസോ സെറ്റ് ദ ബേർഡ് ഫ്രീ ബിക്കോസ് ദ ബേർഡ് വാസ് അൺഹാപ്പി. ഒന്നാമത് ആ ബേർഡ് അൺഹാപ്പി ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ നമ്മൾ വിചാരിക്കും. ഓൺ റൂബി വാസ് സേയിങ് അൺകൈൻഡ് തിങ്സ് ടു ഇറ്റ്. ഷീ വാസ് നോട്ട് ഫീഡിങ് ഇറ്റ്. ഷീ വാസ് അൺഫ്രണ്ട്ലി ടു ഇറ്റ്. ആണ്ട് റൂബി അതിനെ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നില്ല, അതിനോട് എപ്പോഴും മോശമായിട്ടാണ് സംസാരിച്ചത്. അപ്പം നമ്മളാണ് റസ്കിൻ ബോണ്ട് സ്ഥാനത്ത് വെച്ചാൽ നമ്മൾ അതിനെ തുറന്നു വിട്ടേക്കുക, അതിൻ്റെ വഴിക്ക് പാട്ടിന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. Okay, next. You are no beauty, can't talk, can't sing, can't dance. The story begins with these words, but when they are repeated at the end of the story, it adds humor to it. Make us laugh. Why? Okay, ഈ സെൻറ്റൻസ് you are no beauty, you can't talk, can't sing എന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. ഈ സ്റ്റോറിൻ്റെ അവസാനമായപ്പം ഈ ഒരു സെൻറ്റൻസ് ഒരു ഹ്യൂമറസ് തീമിലേക്കായി. അപ്പം അതിനെപ്പറ്റി എഴുതാനാണ് പറയുന്നത്. At the beginning of the story, Aunt Ruby tries to teach the parakeet to talk. When it doesn't learn to talk, she makes fun of it. Okay. ആദ്യമൊക്കെ ആൻറ്റി നല്ല രീതിക്ക് അത് സംസാരിച്ചില്ലെങ്കിലും അതൊരു ഹ്യൂമറസ് ഇതിലേക്കാക്കി മാറ്റി. The bird is locked up in a cage and forced to listen to her unkind words. At the end, the parakeet is free but comes back to the garden one day. On seeing Aunt Ruby, it repeats the same word which is used to say it. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യമൊക്കെ ആൻറ്റി വലിയ കാര്യമാക്കി എടുത്തില്ല, അപ്പോൾ ഒരു ഹ്യൂമറസ് ഇതിലേക്കാക്കി മാറ്റി. ആ അതേ സെൻറ്റൻസിനെ നിന്നെ കാണാൻ ഒരു രസമില്ലെന്നും നിനക്ക് പാടാൻ പറ്റില്ലെന്നും നിനക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ. പക്ഷേ ഈ റസ്കിൻ ബോണ്ട് ഇതിനെ തുറന്നു വിട്ടു. അത് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് അവരെ തന്നെ കാണാൻ വന്നപ്പോൾ ആൻറ്റ് റൂബീനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? ഈ ആൻറ്റ് റൂബി പറഞ്ഞ അതേ ഡയലോഗ് അത് തിരിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതൊരു ഹ്യൂമറസ് എൻഡിങ് ആയത്. ലാസ്റ്റ് ഈ ആ ഡയലോഗിന് ഒരു ഹ്യൂമറസ് എൻഡ് ആയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം. മോഡൽസ് ആണ്. മോഡൽസ് എന്ന് പറയുമ്പോൾ മോഡൽസ് ആർ സച്ച് ഓക്സിലറീസ് ദാറ്റ് എക്സ്പ്രസ് ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ദ മെയിൻ വെർബ്. മെയിൻ വെർബിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ മോഡൽസ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഐ ക്യാൻ എന്നുള്ളത് ഒരു മോഡലാണ്. വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓക്സിലറിയാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ നമുക്കിനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ്, കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ 10 years. ഞാൻ 10 വർഷമായിട്ട് മുംബൈയിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൗ ഹാഡ് യു ബീൻ വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊജക്റ്റ്? നിങ്ങൾ എത്ര കാലം ആ പ്രൊജക്റ്റിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നു? ഹൗ ഹാഡ് യു ബീൻ. ഹാഡ് എന്ന് പറഞ്ഞ വാക്ക്, ഹാഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രസൻറ്റ് ആണ്. ആ സബ്ജക്റ്റും പ്ലസ് ഹാഡ് പ്ലസ് ING ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ പ്രസൻറ്റ് ഐ ഹാവ് സബ്ജക്റ്റും ഹാവും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ING കൂട്ടുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ്? സബ്ജക്റ്റും ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. പാസ്റ്റ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ, ഹാഡ് ആയിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റിന് ഹാഡ് ആയിരിക്കും യൂസ് ചെയ്യുക, പ്രസൻറ്റ് പെർഫെക്റ്റിന് ഹാവ് ബീൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി റിക്വസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക എങ്ങനെയാണ്? മേ ഐ കം ഇൻ, അതൊരു റിക്വസ്റ്റ് ആണ്. ക്യാൻ യു ഗിവ് യുവർ പെൻ, നിങ്ങളുടെ പെൻ ഒന്ന് എനിക്ക് തരുമോ? ക്യാൻ യു ഗീവ് മൈ ക്യാമറ ബാക്ക്, എൻ്റെ ക്യാമറ ഒന്ന് തിരിച്ചു തരുമോ? അതൊക്കെ റിക്വസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കുക എങ്ങനെയാണ്? ഡോണ്ട് ഡു ഇറ്റ്, അത് ചെയ്യരുത്. സ്റ്റോപ്പ് ദെയർ, അവിടെ നിൽക്കൂ.
അതൊക്കെ ഓർഡറാണ്, ഒരാൾക്ക് ഓർഡർ കൊടുക്കുകയാണ്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എങ്ങനെയാണ്? ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പം ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഗോ സ്ട്രെയിറ്റ്, ടേൺ ലെഫ്റ്റ്, ദെൻ യു ക്യാൻ സീ ദ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നേരെ പോയിട്ട് വലത്തോട്ട് തെറ്റിയാൽ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാണാം. അതൊരു ഇൻസ്ട്രക്ഷനാണ്. പിന്നെ ഒരു പ്രൊജക്റ്റ് എഴുതുന്നതിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ പ്രൊജക്റ്റ് റൈറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ? ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ്? നിങ്ങൾ ഇന്ന് ഈ സാധനം യൂസ് ചെയ്യരുത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര 50 to 60 വേർഡ്സിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതൊരു ഇൻസ്ട്രക്ഷനാണ്. പിന്നെ ഡോണ്ട് യൂസ് ഒരുപാട് ഗ്രാമാറ്റിക്കൽ വേർഡ്സ് യൂസ് ചെയ്യരുത്. അതൊരു ഇൻസ്ട്രക്ഷനാണ്. അതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. പിന്നെ സമ്മറൈസിങ് ഉണ്ട്. സമ്മറൈസിങ് വെച്ചാൽ എന്താ? ഒരു കഥയെ പറ്റി അതിന് ചുരുക്കിയിട്ട് അതിൻ്റെ കണ്ടന്റ് മാത്രം, അതിന് എന്താണോ അതിൻ്റെ ആപ്റ്റ് മീനിങ് അത് മാത്രം ചുരുക്കി പറയുന്നതാണ് സമ്മറൈസിങ് എന്ന് പറയാം. ഒരു വലിയ സ്റ്റോറീനെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ബേസിക് ഐഡിയ മാത്രം പറയുന്നതിനാണ് സമ്മറൈസിങ് എന്ന് പറയാം. ഓക്കെ, അപ്പം മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.